I wouldn't want to say it. And one of Kasaba. സെയ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാവം പാർവതി തിരുവോത്തിനെ കൊണ്ട് ആ ഒരു സംഗതി സെയ്റ്റ് പറഞ്ഞ ഒരു വീഡിയോയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കാര്യം തിരിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. കൃത്യം 7 വർഷം മുമ്പാണ് നിതിൻ രഞ്ജി പണിക്കർ എന്ന് പറയുന്ന രഞ്ജി പണിക്കറിൻ്റെ മകൻ ഒരു സിനിമ എടുക്കുന്നത്. ആ സിനിമയുടെ പേര് ഖസബ എന്നായിരുന്നു. മമ്മൂട്ടിയായിരുന്നു അതിലെ നായകൻ. അതിഗംഭീരമായിട്ട് നമ്മുടെ കേരളത്തിൽ വിജയിച്ച ഒരു സിനിമ തന്നെയാണ്. 2016 ഈ സിനിമ വന്നത്. നിതിൻ രഞ്ജി പണിക്കർ, മമ്മൂട്ടിയും ഒപ്പം തന്നെ സപ്തരാജ് എന്ന് പറയുന്ന ആളുകളൊക്കെ വില്ലനായിട്ട് ഗംഭീരമായിട്ട് വന്ന ഒരു ആക്ഷൻ ത്രില്ലർ പടമായിരുന്നു ഖസബ എന്ന് പറയുന്നത്. ഗംഭീരമായിട്ട് വിജയിക്കുകയും ആളുകൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്ത ഒരു സിനിമയാണ്. ആ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പാർവതി തിരുവോത്ത്, നമ്മുടെ ആഷിഖ് കപൂറിൻ്റെ ഭാര്യ റിമ കല്ലിങ്ങൽ, പിന്നെ നമ്മുടെ ദിലീപിൻ്റെ പണ്ടത്തെ ഭാര്യ, പിന്നെ നമ്മുടെ ഇപ്പോൾ ഒരു സിനിമക്കെടുത്ത് സംവിധാനം ചെയ്ത് നടക്കുന്ന നമ്മുടെ ഗീതു, ഇവരൊക്കെ കൂടിയിട്ടാണ് അന്ന് സെയ്റ്റ് എന്ന് പറഞ്ഞിട്ട് പാവം പാർവതി തിരുവോത്തിനെ കൊണ്ട് മമ്മൂട്ടിക്കെതിരെ പറയിച്ചത്. മമ്മൂട്ടിക്കെതിരെ പറഞ്ഞു എന്ന് മാത്രമല്ല, അത് മമ്മൂട്ടിക്കെതിരെ അല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സിനിമയിൽ, ഏത് സിനിമയിൽ, ഖസബ എന്ന് പറയുന്ന സിനിമയിൽ അതിഭീകരമായ രീതിയിൽ, അതിതീവ്രമായ രീതിയിൽ ഈ ചില സംഗതികളൊക്കെ നടക്കുന്നുണ്ട്. ആ നടക്കുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്താ പറയുക, ഖസബ എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ അതിഭീകരമായ രീതിയിൽ സ്ത്രീ വിരുദ്ധതയുണ്ട്. സ്ത്രീകൾ അപമാനിക്കുന്ന രീതിയിൽ ഒരുപാട് ഡയലോഗുകൾ പറയുന്നുണ്ട്. അത് മമ്മൂട്ടിയെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. അത് നിതിൻ രഞ്ജി പണിക്കർ എന്ന് പറയുന്ന മനുഷ്യൻ കഥയും തിരക്കഥയും സംവിധാനം നിർവഹിച്ച ആ സിനിമയിൽ മനഃപൂർവ്വം പറയിച്ചതാണ്. അങ്ങനെ സ്ത്രീ വിരുദ്ധമാണ് മലയാള സിനിമ മുഴുവൻ എന്ന രീതിയിലായിരുന്നു അന്ന് ഒരു ഗംഭീര പ്രസംഗമൊക്കെ നടത്തിയത്. എന്തായാലും ആ പ്രസംഗം കേൾക്കാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് കേൾക്കാം. പ്രസംഗമല്ല, ആ പറയിപ്പിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. All know it is cinema and I wouldn't want to say it. And one of Kasaba. ഈ സെയ്റ്റ് എന്ന് പറഞ്ഞ ആളുടെ പേരാണ് ഗീതു. അവരാണ് നമ്മുടെ പാർവതി തിരുവോത്തിനെ കൊണ്ട് അന്ന് അത്യാവശ്യം നല്ല സിനിമ കിട്ടി അടക്കമായിരുന്നു. അത് സെയ്റ്റ് പറയൂ ഒരു സിനിമയുണ്ട്, അതിൽ അതിഭീകരമായിട്ടുള്ള സ്ത്രീ വിരുദ്ധതയുണ്ട് എന്ന് പറയുമ്പോൾ ആ സിനിമയുടെ പേര് പറയൂ എന്ന് പറഞ്ഞ് പറയിപ്പിച്ചതാണ് ഈ ഗീതു എന്ന് പറയുന്ന ഒരാൾ. അങ്ങനെ പറഞ്ഞു പോയി പാവം പാർവതി തിരുവോത്ത്. തൊട്ടടുത്തിരുന്നിട്ട് ആഷിഖ് കപൂറിൻ്റെ ഭാര്യ അലഞ്ഞു ചിരിക്കുന്നുണ്ട്. നമ്മുടെ അങ്ങനെയൊക്കെ ഗംഭീരമായിട്ടുള്ള ഒരുപാട് സ്ത്രീപക്ഷ ആളുകളൊക്കെ അവിടെ വന്ന് നിറഞ്ഞു എന്നുള്ളതാണ്. It's a movie that I unfortunately watched, and with all due respect to all the technicians who worked in the film, I was definitely disappointed to watch an actor par excellence, whom I many films episode watched, who happened to say certain dialogues which were not only derogatory but most saddening to a woman in a scene. പറയുന്നത് ചില സംഗതികളൊക്കെ, ചില സീനുകളൊക്കെ അതിഭീകരമാണ്. ആ സീനുകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ക സ്ത്രീ വിരുദ്ധമാണ്. അതിഭീകരമായിട്ട് സ്ത്രീ വിരുദ്ധത കുത്തി നിറച്ചിരിക്കുകയാണ്. ആ സീൻ ഓർമ്മയില്ലെങ്കിൽ ഒന്ന് കാണാൻ കേട്ടോ. Madam, pardon me for not saluting you. I'll make it up to you. And I bet you walk wrong for a week. So when the hero says it, it's obviously glorified. So it gives the license for many other men to do the same thing because it's oh so sexy and cool. Definitely. എന്തായാലും പറയുന്നത് ആ ഒരു സംഗതിയോട് കൂടിയിട്ട് പല ഹീറോസിനും ഇങ്ങനെയൊക്കെ പറയാനുള്ളൊരു ലൈസൻസ് കൊടുക്കുന്ന രീതിയിലാണ് ആ സിനിമയിൽ ഉണ്ടായെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ മലയാള സിനിമയുടെയും ഒപ്പം തന്നെ ഗീതു മോഹൻദാസിൻ്റെതല്ല, നമ്മുടെ പാർവതി തിരുവോത്തിൻ്റെ ലൈസൻസ് ഓഫ് ആക്ടിങ്, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന അവരുടെ ഒരുപാട് ചാൻസുകൾ പക്ക കുറഞ്ഞു എന്നുള്ളതാണ്. ആളുകളെല്ലാം കരുതിയത് അത് മമ്മൂട്ടി എന്ന് പറയുന്ന നായകനെതിരെ അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനെതിരെയാണ് പാർവതി തിരുവോത്ത് സംസാരിക്കുന്നതാണ്. അതോടുകൂടിയിട്ട് പാർവതി തിരുവോത്തിന് നമ്മുടെ മലയാള സിനിമയിലുള്ള ചാൻസുകൾ വളരെയധികം കുറഞ്ഞു വരുന്നു. അതുവരെ അതിഗംഭീരമായ സിനിമ, ഇപ്പോഴും ഞാൻ പറയുന്നു, അതിഗംഭീര നടിയാണ്, ഒരു സംശയമില്ല. പക്ഷേ അതിനുശേഷം ഇവർക്കുള്ള ചാൻസുകളൊക്കെ കുറഞ്ഞു. എന്നാൽ അതേസമയം ഒപ്പം ആഷിഖ് കപൂറിൻ്റെ ഭാര്യ, അവർക്കുള്ള ചാൻസുകളും കുറഞ്ഞു എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നാൽ അതേസമയം തന്നെ ഗീതു മോഹൻദാസ് പഴയതുപോലെ തന്നെ സിനിമകളൊക്കെ സംവിധാനം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ദിലീപിൻ്റെ പഴയ ഭാര്യ എന്ന് പറയപ്പെടുന്ന ആൾ,
അവരും ഇതേപോലെ തന്നെ സിനിമകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയത് പാവം ഈ ഒരു പെൺകുട്ടി മാത്രമാണ്. പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി മാത്രമാണ് അതിൽ ഒറ്റപ്പെട്ടു പോയത്. വേണ്ടിയിരുന്നില്ല അത്തരത്തിലുള്ള പറച്ചിലുകൾ എന്ന് ഇപ്പോൾ തോന്നിയിരിക്കും. കാരണം സിനിമയിൽ ഇത്തരത്തിലുള്ള സീനുകൾ അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ ഭയങ്കര ക്രൂരന്മാരാണ്, ആണുങ്ങൾ മാത്രമാണ് ഏറ്റവും മോശമായ രീതിയിലൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ആണുങ്ങൾ മാത്രമാണ് ഇത്തരം പെർവേർട്ടിംഗ് ആയിട്ടുള്ള ഡയലോഗുകളൊക്കെ പറയുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന് ഞാൻ മാത്രമേ പറയുള്ളൂ. പുറത്തേക്ക് ഇറങ്ങുക, നാട്ടിലേക്ക് ഇറങ്ങുക, ആളുകളെ പരിചയപ്പെടുക. സ്ത്രീകളിൽ നിന്നും ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ വരാറുണ്ട്. സ്ത്രീകൾ അതിഭീകരമായ രീതിയിൽ, അതിവൃത്തിയായിട്ട് രീതിയിൽ ഭാഷ പ്രയോഗിക്കുന്ന ആളുകളില്ലേ, നമ്മുടെ ചുറ്റുമില്ലേ? ഉണ്ടെന്നേ. ആണുങ്ങൾ ക്രൂരത ചെയ്യുന്നതിനേക്കാൾ ഭീകരമായ രീതിയിൽ കൊലപാതകം നടത്തുന്ന സ്ത്രീകളില്ലേ? ഉണ്ടെന്നേ. അപ്പോൾ ആണുങ്ങൾ മാത്രമാണ് എന്തൊരു വലിയ പ്രശ്നം. ആണുങ്ങളൊക്കെ ഭയപ്പെടേണ്ടതാണ്. ആണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ സീറ്റിൽ നിന്നൊക്കെ മാറിക്കൊള്ളേണ്ടതാണ്. ഇനിയിപ്പോൾ സ്ത്രീകൾ ഇരിക്കുന്ന സീറ്റിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിലൊരു ആണൊരുത്തം കയറി നിന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ആണൊരുത്തം വന്നിരിക്കുന്നത് എന്തോ ചില ഉത്സവപ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്നൊക്കെ തരത്തിലേക്ക് ഈ സ്ത്രീകളെ ചിന്തിപ്പിച്ച് കൊണ്ടുപോകുന്നത്. ഇതല്ല ഇനി പറഞ്ഞു വരുന്ന സംഗതി. അതല്ല, ഗീത് മോഹൻദാസ് ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ടോക്സിക്. നമ്മുടെ യാഷാണ് ആ ഒരു സിനിമയിൽ നായകൻ. എന്തായാലും ടോക്സിൻ്റെ കുറച്ച് സീനുകൾ നിങ്ങൾക്ക് സൈഡിൽ ഇങ്ങനെ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. യാഷാണ് നായകൻ. നോക്കൂ, ഗീത് മോഹൻദാസ് സെയ്റ്റ് എന്ന് പറഞ്ഞ് ഗിയർ കയറ്റിവിട്ട പുള്ളി സ്റ്റേറ്റ് കടന്നപ്പോൾ സ്ത്രീ വിരുദ്ധയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തി എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ട് നിതിൻ, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, നിതിൻ രജി പടിക്കർ ഇപ്പോൾ ഇവർക്കെതിരെ പറയുന്നുണ്ട്. കാരണം കസബ സിനിമ ഇറങ്ങിയ സമയത്ത് അതിൽ പക്കാ സ്ത്രീ വിരുദ്ധയാണ്. സ്ത്രീകൾ വെറും ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് മാത്രമായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത്. സ്ത്രീകളെ വളരെയധികം അവരെ ശരീരങ്ങൾ ഗ്ലോറിഫൈ ചെയ്യുന്നു എന്നൊക്കെ രീതിയിലൊക്കെ പറഞ്ഞിരുന്ന നമ്മുടെ ഗീത് മോഹൻദാസിൻ്റെ പുതിയ സിനിമയായിട്ടുള്ള ടോക്സിക്കിലെ രംഗങ്ങൾ ഇപ്പം നിങ്ങൾക്ക് സൈഡിൽ കാണാൻ കഴിയുന്നതായിരിക്കും. ഇതിൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതിൽ സ്ത്രീയെ സെക്ഷൽ ഒബ്ജക്റ്റ് അല്ലാതെ പിന്നെ ഏത് രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്? അപ്പോൾ ഇവിടെ വേറെ അഭിപ്രായം, സ്വന്തമായിട്ട് കാശൊക്കെ നല്ല വരുന്ന സിനിമകളൊക്കെ സംവിധാനം ചെയ്യുമ്പോൾ സ്റ്റേറ്റ് കടന്നു കഴിഞ്ഞാൽ സ്ത്രീ വിരുദ്ധതയെക്കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീത്വത്തെക്കുറിച്ച് വേറെ അഭിപ്രായമാണ് ഗീത് മോഹൻദാസിനുള്ളത് എന്നാണ് ഇപ്പോൾ നിതിൻ രഞ്ജി പണിക്കർ ഗംഭീരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ തിരുത്തി മുന്നേ വരുമ്പോൾ അവിടെ പരാജയപ്പെട്ടു പോയത് സെയ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു സംഗതി പറയിപ്പിച്ച ആ പാവം പാർവതി തിരുവോത്ത് മാത്രം, നല്ലതുപോലെ അഭിനയിക്കാൻ അറിയുന്ന ആ പാർവതി തിരുവോത്ത് മാത്രം അതിൽ പെട്ടുപോയെന്ന് പറയാം. നല്ല സിനിമകളൊക്കെ വീണ്ടും ചെയ്ത് മലയാളത്തിൽ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകേണ്ടിയിരുന്നൊരു നടിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ഇവരെല്ലാം കൂടി കൊണ്ടുപോയിട്ട് കുഴിയിൽ ചാടിച്ചു എന്ന് പറയാം. ഇന്ന് ഇവർ ചാടിയില്ല, ഇവരൊക്കെ രക്ഷപ്പെട്ടു. സംഗതി ഇത്ര നടക്കുന്നത്. ബൈ.